കോട്ടയത്ത് ഭാര്യയെ കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയ കേസിൽ പ്രതി സാം ജോർജുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കോട്ടയം നഗരത്തിലെ ശാസ്ത്രി റോഡിൽ പ്രതി ഉപേക്ഷിച്ച കാർ കണ്ടെത്തി. ഭാര്യ ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളി എന്നാണ് കേസ്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഇന്നത്തെ ഈ തെളിവെടുപ്പ് പൂർത്തിയായോ? എവിടെയൊക്കെ വെച്ചായിരുന്നു ഈ തെളിവെടുപ്പ് നടന്നത്? എന്തൊക്കെ നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അമൃത, പ്രതി സാം ജോർജിനെ കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇതിന് പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടപടികൾ അന്വേഷണ സംഘം നടത്തിയത്. പ്രധാനമായും ഈ കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം തൊടുപുഴയിലെ കൊക്കയിൽ തള്ളാൻ ഉപയോഗിച്ച ആ കാർ കോട്ടയം നഗരമധ്യത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ശാസ്ത്ര റോഡിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിലാണ് ഇത് കണ്ടെത്തിയത്. സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയ ഇയാളുമായി നാളെ തൊടുപുഴയിൽ ഇയാൾ മൃതദേഹം ഉപേക്ഷിച്ച കൊക്കയിലെ സമീപത്ത് പ്രദേശത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കഴിഞ്ഞ 26-നാണ് കാണക്കര സ്വദേശിയായ ജെസ്സിയെ കാണാതാകുന്നത്. പിന്നീട് മക്കൾ നൽകിയ പരാതി തുടർന്ന് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് സാം ജോർജ് ഇവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിച്ചതായി അറിയുന്നത്. തുടർന്നാണ് ഈ പ്രതിയെ കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തതും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതും. എന്തായാലും ഈ 5 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ പരമാവധി ചോദ്യം ചെയ്യൽ നടപടികളും തെളിവെടുപ്പും പൂർത്തിയാക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അമൃത. ശരി ജോസി.